നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ജില്ലാ കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റികളുടെയും അതുപോലെ തന്നെ പാർട്ടി എന്ന് പറയുന്ന പൊതു സംവിധാനത്തിൻ്റെയും ചുമലിൽ വെച്ച് കെട്ടി സ്കൂട്ടാകാമെന്ന് വിചാരിച്ചതാണ് ആര്? നമ്മുടെ പിണറായി വിജയനും എം.വി. ഗോവിന്ദൻ മാഷുമൊക്കെ അടങ്ങുന്ന സംസ്ഥാന നേതൃത്വം. പക്ഷെ അത് ഓടിയില്ല, വേണ്ട പോലെ ഫലപ്രദമായില്ല. കേന്ദ്ര കമ്മിറ്റി കയറി ചെവിക്ക് പിടിച്ചു. ഇവിടുന്ന് അങ്ങോട്ടൊരു റിപ്പോർട്ട് അയച്ചു കൊടുത്തായിരുന്നു, അതവർ നന്നായിട്ട് പഠിച്ചു. പിന്നെ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി കേരളത്തിൽ നിന്നുള്ള ആളാണല്ലോ, അദ്ദേഹത്തിന് ഇവിടുത്തെ കാര്യങ്ങൾ അറിയാമല്ലോ. അവസാനം കേന്ദ്ര കമ്മിറ്റി പറഞ്ഞു, നിങ്ങളാ കുറ്റക്കാർ, നിങ്ങൾക്കാണ് ഈ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം, സംസ്ഥാന നേതൃത്വത്തിന്. നിങ്ങൾക്കങ്ങനെ രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സമിതി കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് ചർച്ച ചെയ്യുക. ഇവിടുന്ന് ഒരു റിപ്പോർട്ട് അങ്ങോട്ട് അയച്ചായിരുന്നു, ഗോൾഡ് മാർക്കറ്റ്, ഡൽഹി ഗോൾഡ് മാർക്കറ്റിലുള്ള AKG സെൻറ്ററിലേക്ക്. അതിലെല്ലാ പഴികളും ജില്ലാ കമ്മിറ്റിയിലായിരുന്നു, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലാ കമ്മിറ്റി. സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതിലുള്ള പിഴവ് അതൊക്കെ അവരുടെ തലയിലോട്ട് വെച്ച് കിട്ടി. അവരതങ്ങ് ഏറ്റു പറഞ്ഞു. കാരണം വിധേയന്മാരാണല്ലോ അവിടെ ഇരിക്കുന്നത്, തൊമ്മികൾ. അവർ പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് അത് തെറ്റുപറ്റിയത്, ജില്ലാ കമ്മിറ്റി. അങ്ങനെയായിരുന്നു റിപ്പോർട്ട് അങ്ങോട്ട് പോയത്. അതുപോലെ തന്നെ പാർട്ടിക്ക് വീഴ്ചകളെ പറ്റി അത് റിപ്പോർട്ടിൽ പറഞ്ഞു. ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ആരാ? പാർട്ടിയുടെ നേതാക്കൾക്ക് ഒരു പിഴവും സംഭവിച്ചിട്ടില്ല. അവർ ചെയ്തതൊക്കെ ശരിയായിരുന്നു. തെറ്റായിട്ട് ഒരു കുഞ്ഞു കാര്യം പോലും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അത് അങ്ങോട്ട് അയച്ചു കൊടുത്തു. അതിൻ്റെ അടിയിൽ ദേശീയ ജനറൽ സെക്രട്ടറി ഒരു ഒപ്പ് ചേർത്ത് ഇങ്ങോട്ട് തിരിച്ചു വിടുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പഴയ കേന്ദ്ര കമ്മിറ്റിയല്ല ഇപ്പോൾ ഉള്ളത്. പഴയത് എന്ന് പറയുമ്പോൾ പിണറായി കാലത്തെ കേന്ദ്ര കമ്മിറ്റി, അതിവിടെ ക്ലിഫ് ഹൗസിൽ നിന്നും AKG സെൻറ്ററിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചാണ് അന്ന് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം പ്രവർത്തിച്ചിരുന്നത്. കാരണം AKG ഭവനിൽ വെള്ളം വേണമെങ്കിൽ, വെളിച്ചം വേണമെങ്കിൽ ഇവിടുന്ന് കാശ് ചെല്ലണം. കേരളത്തിൽ നിന്നേ, ബംഗാളിൽ നിന്നും വരായികയില്ല. ത്രിപുര അതിനേക്കാൾ ദരിദ്രമാണ്. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളുടെ കൊച്ചു കൊച്ചു പാർട്ടിയാണ്, നേതാക്കന്മാരുണ്ട്, വലിയ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളൊക്കെ ഉണ്ടായാലും പാർട്ടി വളരെ കുഞ്ഞതാണ്, അവിടുന്ന് ഒന്നും കിട്ടാനില്ല. അപ്പോൾ കേരളം കരിഞ്ഞില്ലെങ്കിൽ, അല്ലെ കേരള പാർട്ടി കരിഞ്ഞില്ലെങ്കിൽ ദേശീയ പാർട്ടി പ്രവർത്തിക്കത്തില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതോടെ ഈ കെട്ടിപ്പൊക്കലിലൊന്നും വലിയ കാര്യമില്ല എന്ന് വ്യക്തമായി. ഇതൊക്കെ വെറും ബലൂണിൻ്റെ കാറ്റ് കുത്തിവിട്ട പോലെ ആയിപ്പോയി കേരളത്തിലെ പിണറായി വിജയൻ്റെയും എം.വി. ഗോവിന്ദൻ മാഷുടെയും പാർട്ടി. ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി പിടുത്തം മുറുക്കിയിരിക്കുക. അതാണ് അവിടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൻ്റെ ഉത്തരവാദിത്വം, പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം സംസ്ഥാന കമ്മിറ്റിക്കാണ്. നിങ്ങളത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ചുമലിലോ അല്ലെങ്കിൽ ഈ പാർട്ടി എന്ന് പറയുന്ന പൊതു സമുദായത്തിൻ്റെ മേലോ ചാർത്തി രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. നമ്മൾ നേരത്തെയും ഈ കേന്ദ്ര കമ്മിറ്റിയുടെ കരുത്തൊന്ന് കണ്ടതാണ്, ചെറിയ തോതിലാണെങ്കിലും. ഇവിടെ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണമെന്നൊരു തർക്കം വന്നപ്പോൾ സംഗതി BBക്ക് വിട്ടു. അവർ തീരുമാനിക്കട്ടെ എന്ന് MAV വിസഹാവും മറ്റും പറഞ്ഞു. അവസാനം അവിടെ വോട്ടെടുപ്പ് വേണ്ടി വന്നു. ബംഗാളിൽ നിന്നും കേരളത്തിൽ നിന്നുമുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ സപ്പോർട്ടിലാണ് നമ്മുടെ പിണറായി വിജയന് കൻ്റോൺമെൻറ്റ് ഹൗസിൽ താമസിക്കാനുള്ള ഭാഗ്യം ഒത്തുവന്നത്. അല്ലെങ്കിൽ അവിടെ വേറെ ആരെങ്കിലും വന്നിരിക്കുമായിരുന്നു, ബാലഗോപാലോ ആരെങ്കിലും പ്രതിപക്ഷ നേതാവായിരുന്നു. അവിടെ പോലും പിണറായിയാണ് സ്ഥാനാർത്ഥി. പിണറായിയെ പ്രതിപക്ഷ നേതാക്കുന്നതിനെക്കുറിച്ച് ആ ചർച്ച. അവിടെ പോലും എതിരഭിപ്രായം ഉണ്ടായി. 1-2 വോട്ടിന് കഷ്ടി രക്ഷപ്പെടുക ചെയ്തത്. അപ്പോൾ ഇവിടുന്ന് ഇനി എന്തെങ്കിലും അങ്ങോട്ട് കുറിച്ച് കൊടുത്തയച്ചാൽ അതിന്മേലെ മേലപ്പ് ചേർത്ത് തിരിച്ചയക്കുമെന്നുള്ളൊരു അവസ്ഥ അങ്ങ് മാറി. കേന്ദ്ര കമ്മിറ്റി അവരുടെ നിലപാടുകൾ അവരുടെ റിപ്പോർട്ടിൽ വളരെ വ്യക്തമാക്കി പറഞ്ഞല്ലോ. അതാണ് സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യുന്നത്. പയ്യന്നൂര്, തളിപ്പറമ്പ് എന്നീ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച രീതി, അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും സംസ്ഥാന കമ്മിറ്റി ചാർത്തിയിരുന്നത് ജില്ലാ കമ്മിറ്റിയുടെ മേലാണ്. നമ്മൾ പലവട്ടം ഈ കോളത്തിൽ അത് ചർച്ച ചെയ്തതാണ്. പക്ഷേ കേന്ദ്ര കമ്മിറ്റി പറഞ്ഞ് അങ്ങനല്ല, അതിൻ്റെ ഉത്തരവാദിത്വം ജില്ലാ കമ്മിറ്റിക്കല്ല, അതിന്മേൽ അവസാന തീരുമാനമെടുത്ത സംസ്ഥാന കമ്മിറ്റി, അവർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം. അതിനവരാണ് മറുപടി പറയേണ്ടത്. മാത്രമല്ല, ഈ 2 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം, ഒരിടത്ത് രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ച ഒരാളിനെ സ്ഥാനാർത്ഥിയാക്കുന്നു, മറുഭാഗത്ത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ. അവിടെ വേറെയും ആളുകൾ സ്ഥാനാർത്ഥിയാവാൻ യോഗ്യരായിട്ടുള്ളവരുണ്ടായിരുന്നു. അതിലൊരാളാണ് പിന്നീട് വിമതനായിട്ട് മത്സരിച്ച് ജയിച്ചത്, T.K. ഗോവിന്ദൻ. അപ്പോൾ അവരെ സ്ഥാനാർത്ഥിയാക്കിയത്. ഇതൊക്കെ
സംസ്ഥാന തലത്തിൽ എന്ത് വിപരീത ഫലം ഉണ്ടാക്കുമെന്ന് ആര് ചിന്തിക്കേണ്ടതായിരുന്നു? സംസ്ഥാന കമ്മിറ്റി ചിന്തിക്കേണ്ടതാ. അല്ല, ജില്ലാ കമ്മിറ്റി ഒരു പേരെഴുതി തന്നു എന്ന് വിചാരിച്ചിട്ട് അത് അതേപടി അംഗീകരിക്കാനല്ലല്ലോ സംസ്ഥാന കമ്മിറ്റിയുടെ ജോലി. അതും ഈ സംസ്ഥാന നേതൃത്വം പറഞ്ഞിട്ടാണ് ഈ ജില്ലാ കമ്മിറ്റി അങ്ങനെ എഴുതി കൊടുത്തത്. അവർക്കാർക്കും താല്പര്യം ഉണ്ടായിട്ടല്ല. അത് സംസ്ഥാന സെക്രട്ടറിയുടെ താല്പര്യമായിരുന്നു. ഭാര്യ മത്സരിക്കണം, ജയിക്കണം, LDF വീണ്ടും മൂന്നാമത് പിണറായി സർക്കാർ വരികയാണെങ്കിൽ മന്ത്രിയാവണം, അത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു. അങ്ങനെ നേതാക്കന്മാരുടെ ഭാര്യമാരൊക്കെ പെട്ടെന്ന് വന്ന് മന്ത്രിമാരായ ചരിത്രമുണ്ടല്ലോ, കഴിഞ്ഞ ഗവൺമെൻറ്റിൽ തന്നെ അതുണ്ട്. അപ്പോൾ അതുപോലെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് മന്ത്രിയാകാം എന്നങ്ങ് വിചാരിച്ചു. പക്ഷേ ഇതുണ്ടാക്കാവുന്ന ദോഷഫലങ്ങൾ, ദൂരവ്യാപകങ്ങളായ ദോഷഫലങ്ങൾ, അത് മനസ്സിലാക്കാനും അതിനെ തടയാനും സംസ്ഥാന കമ്മിറ്റിക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അത് ചെയ്തില്ല. അത് മാത്രമല്ല, ഈ 2 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം അത് വലിയ തോതിൽ CPMൻ്റെ ദോഷമായിട്ട് ഭവിക്കുകയും ചെയ്തു. അത് കേന്ദ്ര കമ്മിറ്റി പറയുന്നതാണ്. സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെയും രക്തസാക്ഷി കൊണ്ട് വെട്ടിച്ച നേതാവിനെയും സ്ഥാനാർത്ഥിയാക്കിയത് സംബന്ധിച്ച ചർച്ചകൾ, വിവാദങ്ങൾ, അത് സംബന്ധിച്ചുണ്ടായ പ്രചാരണങ്ങൾ, അതിൻ്റെ പേരിൽ 2 പ്രമുഖരായ പാർട്ടി നേതാക്കൾ വിമത സ്ഥാനാർത്ഥികളായി രംഗത്ത് വന്നത്, ഇത് ഈ 2 മണ്ഡലങ്ങളിൽ മാത്രമല്ല, സംസ്ഥാനത്ത് ഒട്ടാകെ അതിൻ്റെ അനുരണനങ്ങൾ, അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടായി. അതുപോലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വീണ്ടും തെറ്റുപറ്റി. ചെറുപ്പക്കാർക്ക്, സ്ത്രീകൾക്ക്, ന്യൂനപക്ഷത്തിൽ നിന്നുള്ളവർക്ക് അവർക്കാർക്കും വേണ്ട പ്രാധാന്യം കിട്ടിയില്ല, പരിഗണന ഉണ്ടായില്ല. അതൊക്കെ എങ്ങനെയാണ് ജില്ലാ കമ്മിറ്റികളുടെ ഉത്തരവാദിത്വമാകുന്നത്? അതിൻ്റെ ഈ ഉത്തരവാദിത്വം സംസ്ഥാന കമ്മിറ്റിക്കാണെന്ന് കേന്ദ്ര കമ്മിറ്റി വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കിയിരിക്കുകയാണ്. സംസ്ഥാന നേതൃത്വത്തിൻ്റെയും പിണറായി സർക്കാരിൻ്റെയും വീഴ്ചകൾ, പരാജയങ്ങൾ അക്കമിട്ട് നിരത്തിയിരിക്കുകയാണ് കേന്ദ്ര കമ്മിറ്റി. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഈ PM ശ്രീ കരാർ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട, അത് CPI ഉയർത്തിക്കൊണ്ടുവന്ന ഇഷ്യൂ. അങ്ങനെ ഒപ്പുവെച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞു. ഒപ്പുവെച്ചത് LDFിലോ അല്ലെങ്കിൽ മന്ത്രിസഭയിലോ എവിടെയും ആലോചിച്ചിട്ടല്ല. പിണറായി വിജയനും MP ഗോവിന്ദൻ മാർക്സും ശിവൻകുട്ടിയും കൂടെ ചേർന്നങ്ങ് തീരുമാനിച്ചു. വലിയ തർക്ക വിഷയമായിരുന്നു, വിവാദ വിഷയമായിരുന്നു. അത് BJPയുടെ അജണ്ടയാണ് ഈ PMCയിലുള്ളത് എന്ന് പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഒച്ച വെച്ചത് CPM ആയിരുന്നു, LDF ആയിരുന്നു. എന്നിട്ട് ആ കരാറിൽ ഒപ്പുവയ്ക്കുക, ആരും അറിയാതെ, രഹസ്യമായിട്ട്. അതും തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ CPMഉം BJPയും തമ്മിലൊരു അന്തർധാരയുണ്ട് എന്നൊരു പ്രചാരണം നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് സംബന്ധിച്ചൊരു വിവാദം ഇങ്ങനെ കത്തിപ്പടരുന്നതിനിടയ്ക്ക്, അപ്പോഴാണ് CPI ഉയർത്തിക്കൊണ്ടുവന്നത്. CPIക്ക് അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റുമായിരുന്നില്ല. അതായത് ഇടതുപക്ഷങ്ങളുടെ പ്രഖ്യാപിത നയത്തിനെതിരായിട്ടാണ് ഈ ഒപ്പുവെക്കൽ നടന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ CPI പറയണ്ടായോ? അവരല്ലാതെ ആരാ പറയുക? വേറെ പറയാൻ പറ്റിയൊരു ഘടകകക്ഷിയോടുണ്ടോ? പാർട്ടിക്കുള്ളിൽ നിന്നൊരു എതിരഭിപ്രായം ഉണ്ടാകത്തുമില്ല. CPI പറഞ്ഞു. ഇത് സംബന്ധിച്ച് കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുത്ത് അവരെ ചേർത്ത് നിർത്തണമായിരുന്നു, കൂടെ കൊണ്ടുപോകണമായിരുന്നു. ഒരു വലിയ പരാജയ കാരണമായി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായതാണ്. അത് അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ. പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമം സർക്കാർ നടത്തിയതാണ്, ദേവസ്വം ബോർഡ്. എന്നിട്ടത് എന്തുണ്ടായി? അവിടെ വായിച്ച സന്ദേശമാരുടെയാ? CPMൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അവിടെ എടുത്തിട്ടുള്ള നടപടികളെ ന്യായീകരിക്കുന്നതിന് സന്ദേശം ആരുടേതാ? യോഗി ആദിത്യനാഥ്. ഇന്ത്യയിലെ BJP നേതാക്കളിൽ ഏറ്റവും കടുത്ത തീവ്ര ഹിന്ദുത്വ നിലപാട് എടുക്കുന്ന ഒരാൾ. അവിടെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ UPയിൽ എന്താണെന്ന് നമുക്കറിയാം. ഏതെങ്കിലും ന്യൂനപക്ഷ സമുദായക്കാരൻ ഒരു കേസിൽ പെട്ടുപോയാൽ കേസ് ശിക്ഷിക്കണമെന്നൊന്നുമില്ല, കേസിൽ പെട്ടാൽ മതി. അവൻ്റെ വീട് ബുൾഡോസർ വെച്ച് അടിച്ച് നിരപ്പാക്കുന്ന സംസ്ഥാനമാണ്. അവിടുത്തെ മുഖ്യമന്ത്രിയുടെ സന്ദേശം ഇടതുപക്ഷ മുന്നണിയുടെ സർക്കാരിനെ ന്യായീകരിക്കുന്നതിന് എങ്ങനെയുണ്ട്? അത് കേട്ടാൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ എന്താ വിചാരിക്കുക? അവരെന്താണ് കരുതുക? അത് മാത്രമല്ല, സർക്കാർ വേറൊന്നുകൂടെ ചെയ്തു. പാർട്ടി സർക്കാർ വേറൊന്നുകൂടെ ചെയ്തു. ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരായിട്ട് വിഷം ചീറ്റി നടന്ന ഒരു സാമുദായിക നേതാവിനെ കൊണ്ടു നടന്നു. നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സഖാവ്. അത് എന്തൊക്കെയാണ് പറഞ്ഞത് ഇവിടെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്? അതിനെ എതിർക്കാൻ CPM തയ്യാറായില്ല. അതുവഴി 10 വോട്ട് കിട്ടുന്ന കിട്ടിക്കോട്ടെ, ഒരു ചെറിയ മൃദു ഹിന്ദുത്വം.
ഭൂരിപക്ഷ സമുദായത്തിൻ്റെ 10 വോട്ട് കിട്ടിയാൽ അത്രയുമായല്ലോ. SNDPയുടെ നേതാവാണല്ലോ വെള്ളാപ്പള്ളി നടേശൻ. കുറച്ച് ഈഴവ വോട്ട് കിട്ടിയാൽ ആർക്കാണ് കഴിക്കുക എന്ന് വിചാരിച്ച് മിണ്ടാതിരുന്നു. അത് ദോഷമായെന്ന് പിണറായി വിജയൻ്റെ നയമായിരുന്നത്, അത് ദോഷകരമായെന്ന് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി പറഞ്ഞിരിക്കുക. പിന്നെ ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച, അല്പം ബുദ്ധിയുണ്ടെങ്കിൽ പാർട്ടിയിലോ സർക്കാരിലോ ഉള്ളവർക്ക് അല്പം ബുദ്ധിയുണ്ടെങ്കിൽ ഇതെങ്ങനെ തെരഞ്ഞെടുപ്പുകളിൽ ദോഷകരമായി ബാധിക്കുമെന്ന് മനസ്സിലാക്കാൻ ഒട്ടും പ്രയാസമുള്ള കാര്യമല്ല. കോടിക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം അല്ലെങ്കിൽ ആരാധനാ കേന്ദ്രം, അവിടുത്തെ സ്വത്ത് അടിച്ചു മാറ്റി. സ്വർണ്ണപ്പാളികൾ ഖട്ടളയിൽ പതിപ്പിച്ചിരുന്ന സ്വർണം പോലും അടിച്ചുകൊണ്ട് പോയി. ഇവിടുന്ന് കടത്തിക്കളഞ്ഞു ശബരിമലയിൽ നിന്ന്. അതിൽ പ്രതികളായിട്ട് വന്ന ആരാ? CPMൻ്റെ നേതാക്കളാണ്. പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ ദീർഘകാലം ഇരുന്ന ആൾ, നിലവിൽ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന പത്മകുമാർ, ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ്, മറ്റൊരു മുൻ പ്രസിഡന്റ്. ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് പത്മകുമാറിനെതിരെ നടപടിയെടുക്കണമെന്ന് കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. എന്നിട്ടും ഒന്നും നടന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? കേന്ദ്ര നേതൃത്വത്തെ സംസ്ഥാന നേതൃത്വം അല്ലെങ്കിൽ സംസ്ഥാന പാർട്ടി നയിക്കുന്ന സർക്കാർ അനുസരിച്ചില്ലെന്ന്. അപ്പോൾ കേന്ദ്ര കമ്മിറ്റിയേക്കാൾ വലിയ സംസ്ഥാന പാർട്ടി ഇവിടുത്തെ CPM, അവിടുന്ന് നിർദ്ദേശം വന്നതാ നടപടിയെടുക്കാൻ, വെച്ചുകൊണ്ടിരുന്നു. ആലോചിച്ച് നോക്കിക്കേ. എന്നിട്ട് പറയുന്നത് ജില്ലാ കമ്മിറ്റിക്കാ കുറ്റം, പാർട്ടിക്കാ കുറ്റം, പാർട്ടി നേതാക്കൾക്കാർക്കുമില്ല. പറഞ്ഞല്ലോ, സ്റ്റേറ്റ് കമ്മിറ്റി കേന്ദ്ര കമ്മിറ്റിയുടെ നിഗമനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക ഈ ദിവസങ്ങളിൽ. അതിനുശേഷം സെപ്റ്റംബർ അവസാനമോ സെപ്റ്റംബർ മധ്യത്തിലോ തിരുവനന്തപുരത്ത് വിപുലമായ സ്റ്റേറ്റ് കമ്മിറ്റി കൂടുന്നു. വിപുലമായ സ്റ്റേറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സ്റ്റേറ്റ് കമ്മിറ്റിയും പിന്നെ ജില്ലകളിൽ നിന്നുള്ള സെക്രട്ടേറിയറ്റ് അംഗങ്ങളും, അത്രയേ ഉള്ളൂ. ഈ സംസ്ഥാന കമ്മിറ്റി ഇത് പഠിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ പിണറായി വിജയനെയും MP ഗോവിന്ദൻ മാർക്സിനെയും രക്ഷിക്കുന്ന രീതിയിലാണ് റിപ്പോർട്ടുണ്ടായത്. പിന്നീട് ജില്ലാ കമ്മിറ്റികളിൽ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നവർ നിലവിലെ സംസ്ഥാന നേതൃത്വം താല്പര്യമെടുത്ത് നിയമിച്ചവരാ. 99% അങ്ങനെയുള്ളവരാ. അവർ തന്നെയാണ് വീണ്ടും ഇരിക്കാൻ പോകുന്നത്. പറഞ്ഞല്ലോ, സംസ്ഥാന കമ്മിറ്റി നേരത്തെ എത്തിയ നിഗമനം പിണറായി വിജയനോ ഗോവിന്ദൻ മാർക്സിനോ ഒന്നും യാതൊരു ബന്ധവുമില്ലെന്ന്, അവരാരും പദവികൾ ഒഴിയേണ്ട കാര്യമില്ലെന്ന്, അവർക്ക് തുടരാമെന്നാണ്. ഇനി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ കൂടെ വിളിച്ചിട്ട് എന്താ കാര്യം? അതാ പറഞ്ഞത്, അവരും ഈ സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ച് ഈ പദവിയിലേക്ക് വന്നവരാ. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ആലോചന പ്ലീനം ചേരണമെന്നായിരുന്നു, ഒരു സംസ്ഥാന പ്ലീനം. അപ്പോൾ കൂടുതൽ പ്രതിനിധികൾക്ക് പങ്കെടുക്കാൻ പറ്റും. ഒരു സംസ്ഥാന സമ്മേളനം പോലെയാണത് നടക്കുക. അവിടെ വളരെ ഫലപ്രദമായ ചർച്ചകളുണ്ടാവും. ഇവിടെ ഏറാമൂളികൾ മാത്രമാണ്. ഈ വിശാല സംസ്ഥാന കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അതേ സംഭവിക്കത്തുള്ളൂ. പ്ലീനമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ വ്യത്യസ്തമായ ചർച്ചകൾ, അതിൻ്റെ ഫലമൊക്കെ ചിലപ്പോൾ വേറെ രീതിയിൽ വന്നേനെയും. അത് ഒഴിവാക്കുന്നതിൽ ഇപ്പോഴത്തെ സംസ്ഥാന നേതൃത്വം വിജയിച്ചിരിക്കുക. പ്ലീനം വേണ്ട. ആദ്യമേ അങ്ങനെ ഒരു ചിന്തയാണ് ഉണ്ടായിരുന്നത്, നടക്കുമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ മുളയിലെ അതങ്ങ് നുള്ളി പ്ലീനം എന്ന ആശയം. ഇനിയിപ്പോൾ ഈ കേന്ദ്ര കമ്മിറ്റിയുടെ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിശാല സംസ്ഥാന കമ്മിറ്റികളുടെ അജണ്ട തീരുമാനിക്കുക. എന്തൊക്കെയാണ് ഒരു ചർച്ച ചെയ്യാൻ പോകുന്നത്, എങ്ങനെ ചർച്ചകൾ നടക്കുമെന്നുള്ളത് ഇപ്പോൾ പറയാൻ വയ്യ. പക്ഷേ കേന്ദ്ര കമ്മിറ്റി മുകളിലുണ്ട്. അവർ വളരെ ജാഗരൂകരാണ് ഇക്കാര്യത്തിൽ. കണ്ണുകൾ സദാ തുറന്ന് കേന്ദ്ര കമ്മിറ്റി ഇവിടെ ഇരിക്കുന്നു. നമ്മുടെ ബേബി സഹ ഒത്തിരി മാറി കേട്ടോ, സംശയമൊന്നും വേണ്ട. അല്ലെങ്കിൽ ഇതുപോലൊരു റിപ്പോർട്ടൊന്നും കേന്ദ്ര കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകത്തില്ല. കാരണം കേന്ദ്ര കമ്മിറ്റിയുടെ മുമ്പിൽ പിണറായി വിജയനോ ഗോവിന്ദൻ മാർക്സോ ഒന്നും അല്ല പ്രശ്നം, പാർട്ടിയാണ്. പാർട്ടി നിലനിൽക്കണോ? പാർട്ടി ഇനി സംസ്ഥാനത്ത് ഉണ്ടാവണോ? ആലോചിച്ച് നോക്കണം. പാർട്ടി വളരെ ദുർബലമായിക്കൊണ്ടിരിക്കുക, ജീർണിച്ചുകൊണ്ടിരിക്കുക. പാർട്ടിയുടെ പത്രമായ ദേശാഭിമാനിക്ക് മര്യാദയ്ക്ക് ഒരു സൺഡേ സപ്ലിമെൻ്റ് ഇറക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ്. അതിനകത്ത് കള്ളൻ വിജയനെന്നോ കള്ളൻ പവിത്രനെന്നോ എന്തോ ഒരു ലേഖനം വന്നു അങ്ങനെ ഒരു ഹെഡിങ്ങിൽ. അതോടെ പത്രം തന്നെ പിൻവലിച്ചു, സൺഡേ സപ്ലിമെൻ്റ് പിൻവലിക്കുന്നു. എന്നുവെച്ചാൽ അതിൻ്റെ പേരിൽ അതിൻ്റെ പത്രാധിപരെ സൃഷ്ടിക്കാൻ നിൽക്കുക. പാർട്ടി ആ ലെവലിലേക്ക് എത്തിയിരിക്കുക. പത്രവുമായി ബന്ധപ്പെട്ട സെക്രട്ടേറിയറ്റ് അംഗം പരസ്യമായിട്ട് പറഞ്ഞു, അവിടെ അങ്ങനെ ഒരു ലേഖനമൊന്നുമില്ല, ആ ലേഖനമൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, സൺഡേ സപ്ലിമെൻ്റ് പിൻവലിച്ചത് അതിൻ്റെ പേരിലൊന്നുമല്ല, അതിന് ചുമതലയുള്ള പത്രാധിപർക്കെതിരെ നടപടിയൊന്നും എടുത്തിട്ടില്ല
എന്നിട്ട് സെക്രട്ടേറിയറ്റിൽ സത്യം പറഞ്ഞു എന്താ സംഭവിച്ചതെന്നുള്ളത്. അതാണ് ഇപ്പോൾ പാർട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പാർട്ടി വേണോ, പാർട്ടി ഇവിടെ നിലനിൽക്കണമെന്നൊരു ചോദ്യം കേരളത്തിലെ പാർട്ടിയിലെ സാധാരണ അംഗങ്ങൾക്കും പ്രവർത്തകർക്കും അണികളുടെയും മുമ്പിലുണ്ട്, അതുപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റിയുടെയും മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് തിരുവനന്തപുരത്തു നിന്ന് അങ്ങോട്ട് അയച്ചു കൊടുത്ത റിപ്പോർട്ടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ടിലുണ്ടായത്. ഇനി സെപ്റ്റംബറിൽ നടക്കുന്ന വിശാല സംസ്ഥാന കമ്മിറ്റി വരെ കാത്തിരിക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പാർട്ടിയുടെ ഭാവി എന്തായിരിക്കുമെന്ന് തീരുമാനിക്കുക.